ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നതാണ്, എനിക്കൊരു കാർ ഉണ്ടാവണം എന്നുണ്ട് അല്ലേ. നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. എനിക്കൊരു കാർ ഉണ്ടാവണം എന്നുണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു വീട് ഉണ്ടാവണം എന്നുണ്ട് അല്ലേ. എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ. അതുപോലെ എനിക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. ഒരൊറ്റ ചെറിയൊരു ഫ്രേസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസുകളിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെൻറ്റൻസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് പറയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ പറയാണ്, എനിക്കൊരു കാറ് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാർ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ. നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മളോട് തന്നെ പറയും അല്ലേ, എനിക്കൊരു കാർ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണമെന്നുണ്ട് എന്നൊക്കെ. എങ്ങനെയാണ് നമുക്കിത് ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇത്ര മാത്രം. എന്താണ്? ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്നാണ് പറയേണ്ടത് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു ഹാവ്. എനിക്ക് ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് വേണമെന്നുണ്ട്. ഈ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്ക് എന്താണ്? ഐ വുഡ് ലൈക്ക് ടു ഹാവ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ്. ഐ വുഡ് ആവുമ്പോൾ ഐ വെച്ചിട്ട് പറയുമ്പോൾ എനിക്കുണ്ടായാൽ കൊള്ളാമെന്നുണ്ട് ല്ലോ, എനിക്ക് വേണമെന്നുണ്ട് അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു ഹാവ്. ഇത്രയും പഠിച്ചു വെക്ക്. ഐ വുഡ് ലൈക്ക് ടു ഹാവ്. ബാക്കി നമുക്ക് എന്താണോ വേണ്ടത് അത് അതേപോലെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കാർ. എനിക്കൊരു കാറ് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാർ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോ. ഐ വുഡ് ലൈക്ക് ടു ഹാവ്. വുഡ് ലൈക്ക് ടു ഹാവ്. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എനിക്കൊരു കാർ ഉണ്ടാവണമെന്നുണ്ട് എന്നാകുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കാർ. ഓക്കെ. അവൾക്കൊരു കാർ ഉണ്ടാവണമെന്നുണ്ട് എന്നാകുമ്പോൾ എങ്ങനെയാണ് പറയാം? ഷീ വുഡ് ലൈക്ക് ടു ഹാവ് എ കാർ എന്നാണ് പറയാം കേട്ടോ. ഐക്ക് പകരം നമ്മൾ ഷീ ആക്കി കൊടുക്കുന്നു കേട്ടോ. ഷീ വുഡ് ലൈക്ക് ടു ഹാവ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ടാവണമെന്നുണ്ട് അല്ലേ. അവൾക്കൊരു കാറ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഇങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഹൗസ്. എനിക്കൊരു വീടുണ്ടായാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്കൊരു വീട് വേണമെന്നുണ്ട്. ഓക്കെ. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഹൗസ്. എനിക്കൊരു വീട് വേണമെന്നുണ്ട്. ഇവിടെ ഹൗസ് എന്ന വാക്ക് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ. കാറാണ് വേണമെന്നുള്ളതെങ്കിൽ നമ്മൾ അവിടെ കാർ എന്ന് യൂസ് ചെയ്യുന്നു. ഹൗസ് ആണെങ്കിലോ ഹൗസ് എന്ന് പറയുന്നു. ഇനി മൊബൈൽ ഫോൺ ആണെങ്കിലോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ മൊബൈൽ ഫോൺ. ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ മൊബൈൽ ഫോൺ. എനിക്കൊരു മൊബൈൽ ഫോൺ വേണമെന്നുണ്ട്. ഓക്കെ. ഷീ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗുഡ് ഫ്രണ്ട്. അവൾക്ക് നല്ലൊരു ഫ്രണ്ട് വേണമെന്നുണ്ട് അല്ലേ. അവൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ വേണമെന്നുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഷീ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗുഡ് ഫ്രണ്ട്. ഓക്കെ. ദേ വുഡ് ലൈക്ക് ടു ഹാവ് ചിൽഡ്രൻ. ദേ വുഡ് ലൈക്ക് ടു ഹാവ് ചിൽഡ്രൻ. എന്താണ് അർത്ഥം? അവർക്ക് മക്കൾ വേണമെന്നുണ്ട് അല്ലേ. അവർക്ക് മക്കൾ വേണമെന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മക്കൾ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. They would like to have a luxurious house. They would like to have a luxurious house. അവർക്ക് ഒരു ആഡംബര വീട് വേണമെന്നുണ്ട്. They would like to have a luxurious house. Then I would like to have a government job. I would like to have a government job. എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്കൊരു ഗവൺമെൻറ് ജോബ് ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം നമ്മൾ കുറേ സെൻറ്റൻസുകൾ പറഞ്ഞില്ലേ, നമുക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള ഒരു മീനിങ്ങിൽ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ പഠിച്ചല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കാം. നിനക്ക് നല്ലൊരു വീട് വേണമെന്നുണ്ടോ? നിനക്ക് നല്ലൊരു കാറ് വേണമെന്നുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിലോട്ട് തന്നെ ഞാൻ പോവാണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കാർ. നമ്മൾ പറഞ്ഞില്ലേ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കാർ. ഇനി ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് നല്ലൊരു കാറ് വേണമെന്നുണ്ടോ? എങ്ങനെ ചോദിക്കുക? അപ്പോൾ നിനക്ക് നല്ലൊരു കാറ് വേണമെന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഹാവ് എ കാർ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആദ്യം വുഡിനെ കൊണ്ടുവരുന്നു കേട്ടോ. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കാർ. അപ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കാർ എന്നാണ്. എനിക്ക് നല്ലൊരു കാർ ഉണ്ടാവണമെന്നുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ് കേട്ടോ. നിനക്ക് നല്ലൊരു കാർ ഉണ്ടാവണമെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഐ എന്തായി മാറും? യു ആയി മാറും കേട്ടോ. അപ്പോൾ എങ്ങനെ ചോദിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്നുള്ള മീനിങ് വരണമെങ്കിൽ എന്തായിരിക്കും? യു എന്ന് വേണം കേട്ടോ. ഓക്കെ. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കാർ. നിനക്കൊരു കാറ് വേണമെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ സെൻറ്റൻസ് പറയാണ്, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദിസ് ഹൗസ്. എനിക്ക് ഈ വീട് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ വീട് ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്.
അപ്പോൾ ഞാനിനി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീട് വേണമെന്നുണ്ടോ? എങ്ങനെ ചോദിക്കാം അപ്പോൾ? വുഡ് യു ലൈക്ക് ടു ഹാവ് ദീസ് ഹൗസ്? വുഡ് യു ലൈക്ക് ടു ഹാവ് ദീസ് ഹൗസ്? ഈ വീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീട് വേണമെന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വുഡ് യു ലൈക്ക് ടു ഹാവ് ദീസ് ഹൗസ്? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ വുഡിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്, എന്നിട്ടാണ് നമ്മൾ സബ്ജക്റ്റിനെ കൊണ്ടുവരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ മൊബൈൽ ഫോൺ. എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടാവണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വേണമെന്നുണ്ടോ? നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടാവണമെന്നുണ്ടോ? എങ്ങനെ ചോദിക്കാം? വുഡ് യു ലൈക്ക് ടു ഹാവ് എ മൊബൈൽ ഫോൺ? വുഡ് യു ലൈക്ക് ടു ഹാവ് എ മൊബൈൽ ഫോൺ? നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടാവണമെന്നുണ്ടോ? ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? വുഡ് ലൈക്ക് ടു ഹാവ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എനിക്കുണ്ടാവണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണമെന്നുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഷീ വുഡ് ലൈക്ക് ടു ഹാവ് എന്ന് വെച്ചാൽ അവൾക്ക് വേണമെന്നുണ്ട്. ദേ വുഡ് ലൈക്ക് ടു ഹാവ് എന്ന് വെച്ചാൽ അവർക്ക് വേണമെന്നുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതുപോലെ വുഡ് ലൈക്ക് ടു ഹാവ് വെച്ചിട്ട് ഇഷ്ടംപോലെ സെൻറ്റൻസുകൾ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്